വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നിക്കണത്. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നിൽക്കുമോ? അപ്പൊ ഫീഡ് ചെയ്യുന്നതോ പാല് കൊടുക്കുന്നതോ? ഫീഡ് ചെയ്യണ ഇപ്പൊ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും വരുമ്പോഴും മാത്രമേ ഉള്ളൂ. എന്നോട് ഇത് പറയുമ്പോ പോലും ചേച്ചി ചിരിച്ചോണ്ടാ പറയുന്നേ. എങ്ങനെയാ ചേച്ചി ഇങ്ങനെ ചിരിച്ചോണ്ട് നേരിടാൻ പറ്റുന്നേ? നമ്മുടെ ഈ ഇതില് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സുസുക്കി അങ്ങനെയുള്ള ആൾക്കാരില്ലേ, സ്വിഗ്ഗിക്കാര്, അതിലൊരു ചേട്ടനാണ് കൊണ്ടുവന്ന് കൊച്ചിന് സെർലാക്ക് കൊണ്ട് കൊടുത്ത. അപ്പൊ എനിക്ക് ശരിക്കും വിഷമമായി, ഒത്തിരി സങ്കടം തോന്നി അന്നേരം. ഞാനത് മേടിക്കണമെന്നും പറഞ്ഞിരിക്കണായിരുന്നു. തീർന്നിട്ട് മേടിക്കാന്നും പറഞ്ഞിരിക്കണ സമയത്താണ് ആ ചേട്ടൻ അതുകൊണ്ട് വന്നത്. ആ പമ്പിലൊരു പട്ടിയുണ്ട്, കുട്ടൂന്ന് അതിന്റെ പേര്. അതിന് ഭയങ്കര ഇഷ്ടാ. അപ്പം കരച്ചിൽ തുടങ്ങുമ്പോ ഞാൻ കുട്ടു പോണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോളൂ. കണ്ടില്ലെങ്കിൽ ആളിങ്ങനെ പരിധിയൊക്കെ അങ്ങനെ നിക്കും. ഞാനിപ്പോ നിക്കുന്നത് ഗോശ്രീ പാലത്തിന്റെ അടുത്താണ്. ഒരു ചേച്ചി കൈക്കുഞ്ഞുമായിട്ട് 6 മാസമുള്ള ഈ കുഞ്ഞിന് ലോട്ടറി വിൽക്കുവാണ്. നിങ്ങളൊക്കെ സ്ഥിരം ലോട്ടറി എടുക്കാറുണ്ടോ? ചേച്ചിയുടെ അടുത്ത് തന്നെയാണ് എടുക്കുന്നത്? ചേച്ചിയുടെ അടുത്ത് എടുക്കാറുണ്ടോ? അതെന്താ ചേച്ചിയുടെ അടുത്ത് എടുക്കുന്നേ? അല്ല, അത് അങ്ങനെ കൊച്ചായിട്ട് നിൽക്കുന്നുണ്ടല്ലേ? ജീവിതമാർഗമല്ലേ? തീർച്ചയായും തീർച്ചയായും. ചേച്ചിയുടെ കച്ചവടം ഒന്നും ഞാൻ കളയുന്നില്ല. ആ വാവേ, ആ എന്നെ സുന്ദരി, എന്നെ സുന്ദരി, വാ. എത്ര മാസമായി കുഞ്ഞിന്? കൊച്ചിനിപ്പോ 10 മാസം. 10 മാസം. ചേച്ചി എന്തായി കുഞ്ഞിനെയും കൊണ്ട്? ഇപ്പം അത്യാവശ്യം നല്ല വെയിലും തണലെന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ മരമാണ്. അതെന്താ ചേച്ചി? നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാണ് കൊച്ചിനെയും കൊണ്ട് ലോട്ടറിക്ക് വന്നത്. വീട്ടിലെ കുഞ്ഞിനെ നോക്കാൻ വേറെ ആരും ഇല്ല. ചേച്ചി എവിടെന്നാ വരുന്നേ? എന്റെ വീട് എഴുപുന്ന. എഴുപുന്ന പറയുമ്പോ ഇവിടെ നല്ല ദൂരം ഉണ്ടല്ലോ. 2 ബസ്. എത്ര ബസ്? 2 ബസ് മാറി വരുന്ന. 2 ബസ് മാറി വരുന്നതാണ് അല്ലേ? അപ്പൊ ചേച്ചി രാവിലെ എപ്പോ അവിടെ നിന്ന് പോരും? ഒരു 10 മണിയൊക്കെ ആകുമ്പോ, 9:45 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. എല്ലാ ദിവസവും ലോട്ടറി ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ലോട്ടറി മൊത്തം വിറ്റ് പോവാറുണ്ടോ? പോകാം. ഇടക്ക് 2-3 പ്രാവശ്യം പോയിട്ടില്ല, അല്ലാതെ പോകാറുണ്ട്. ഭർത്താവോ? ചേട്ടന് കണ്ണിന് കാഴ്ചക്കുറവുള്ളത് കൊണ്ട് പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ആണോ? എത്ര നാളായി തുടങ്ങിയിട്ട്? ചേട്ടനിപ്പം ഒരു 8-9 വർഷത്തിൽ കൂടുതലായി. ജന്മനാ കംപ്ലൈന്റ് ആണത്. നരമ്പിന് രക്തോട്ടം ഇല്ല. അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവൂല എന്ന് ഡോക്ടർ പറഞ്ഞു. കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും നമ്മൾ ഓപ്പറേഷൻ ചെയ്തായിരുന്നു, പക്ഷെ കാഴ്ച കിട്ടിയില്ല. അപ്പം പുള്ളിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല. ഒരു പ്രാവശ്യം പോയതാണ് പണിക്ക് പോയപ്പോ കണ്ണിൽ കമ്പി കുത്തി കൊണ്ടിട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ വഴക്ക് പറഞ്ഞു, ഇനി പണിക്കൊന്നും വിടണ്ട, എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നും പറഞ്ഞു. ഈ ഒരാളെ ഉള്ളോ? ഇല്ല, ഒരാളും കൂടെ ഉണ്ട്. ഒരാളുണ്ട്. അതെത്രയിലാ? അത് +2 പഠിക്കുന്നത്. +2 പഠിക്കുന്ന. സ്കൂളിൽ വിട്ടിട്ടാണോ രാവിലെ വരുന്നേ? ചേച്ചി എത്ര മണിക്കൂർ ഉണ്ടാവും ഇപ്പൊ ഇവിടെ നിക്കണെങ്കില് കുഞ്ഞിനെ എടുത്തോണ്ട്? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ രാവിലെ തന്നെ തീരും, ചിലപ്പം 2:30, ചിലപ്പം 3, ചിലപ്പം 3:10 വരെയൊക്കെ നിന്ന സമയങ്ങളും ഉണ്ടല്ലേ? അപ്പൊ മോൾക്ക് അപ്പൊ ഈ മോളെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ വേണ്ടേ? 5 മാസമായെന്നല്ലേ പറഞ്ഞേ? അല്ല, ഇപ്പൊ 10 മാസം. അല്ല, ചേച്ചിയുടെ അപ്പൊ കുഞ്ഞിന് 5 മാസം ഉള്ളപ്പോഴാണ് ചേച്ചി ഇവിടെ വന്നത്. 5 മാസം തൊട്ട് ഈ ചുമലിൽ ഇട്ടോണ്ട് തന്നെയാണല്ലേ ചേച്ചി ലോട്ടറി വിൽക്കുന്നത്? അമ്മേ, ചേച്ചി എന്തെങ്കിലും കഴിച്ചോ? ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ട് വരും, പിന്നെ വൈകുന്നേരം വീട്ടിൽ ചെന്നാലേ കഴിക്കുള്ളൂ. ഉച്ചക്കൊന്നും കഴിക്കില്ല. വെള്ളം കുഞ്ഞിനൊപ്പം ഉള്ളതോ? കുഞ്ഞിനുള്ളതൊക്കെ ബാഗിനകത്തുണ്ട്. അപ്പൊ ഫീഡ് ചെയ്യുന്നതും പാല് കൊടുക്കുന്നതോ? ഫീഡ് ചെയ്യണ ഇപ്പൊ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും വരുമ്പോഴും മാത്രമേ ഉള്ളൂ, അല്ലാതെ കുപ്പിപ്പാല് കൊടുക്കും. ഓ, ആയാലും നമുക്ക് നഴ്സറിയിലെങ്കിലും ആക്കിയിട്ട് പോകാം, ഡേ കെയറിലാക്കണമെങ്കിലും അതിനുള്ള കാശ് നമുക്ക് വേണ്ടേ. നമുക്കിപ്പോ ഉള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട്. വരുമാനം അതിന് മാത്രം കിട്ടുമോ ചേച്ചി? ഇല്ല, വീടുണ്ട്, സ്വന്തം വീടുണ്ട്. പക്ഷെ അത് ലോണിലാണ്, ജപ്തി ആകാറായിരിക്കണേണ്. ജപ്തി ആയിട്ടില്ല, ജപ്തി ആകാറായിരിക്കണേന് ഒരു EMI കൂടി മുടങ്ങണമെന്നുണ്ടെങ്കിൽ ജപ്തി നടപടികളിലേക്ക് പോകുന്ന അവര് പറഞ്ഞിരിക്കണത്. കുഞ്ഞിനെ ഞാൻ എടുക്കാം, ചേച്ചി സംസാരിക്കാം. ചേച്ചി അമ്മച്ചി വല്ലതും കഴിച്ചിട്ടേ ഓണ്ട് സുന്ദരിങ്ങ് പോരെ. ചേച്ചിയുടെ നാട്ടിൽ ഇത് വിറ്റാ കിട്ടത്തില്ലേ? പിന്നെ ഇത്ര വരുന്നേ? അവിടെ നിറയെ പ്രായം ചെന്ന ആൾക്കാരുണ്ട്, ഒത്തിരി അപ്പൂപ്പന്മാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മള് കൊച്ചിനെ കൊണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സഹതാപം കൂടുതലായിരിക്കും. അവിടെ വിൽക്കാൻ ഇതുപോലെ പ്രായം ചെന്നവരുണ്ട് നിങ്ങളുടെ നാട്ടില്. അപ്പൊ ചേച്ചിക്ക് പിന്നെ അതുമല്ല, നമുക്ക് രാവിലെ ഒന്നും ചെന്ന് വിൽക്കാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പോ ഒരു 100 രൂപ എണ്ണം വിറ്റാലാണ് നമുക്ക് 800 രൂപ കിട്ടുന്നത്. അപ്പൊ അത്രയെങ്കിലും വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പറ്റത്തില്ല. ഇവിടെ വന്നാലേ
നടക്കത്തുള്ളൂ. ചേച്ചിയുടെ പേര് ഞാൻ ചോദിച്ചില്ല ചേച്ചി. എന്റെ പേര് അശ്വതി. അശ്വതി. ഓക്കെ. മക്കളുടെ പേര്? മൂത്താളുടെ പേര് അക്ഷര, കൊച്ചിന്റെ പേര് അഹല്യ. അക്ഷരക്ക് സ്കൂളില്ലാത്തപ്പോ എങ്ങനെയാ ചേച്ചി ശനി ഞായർ അവിടെ നോക്കിയിട്ട്? അവർക്ക് ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സാറ് പഠിക്കാനുള്ള കൊണ്ട് ശനിയാഴ്ചയും ക്ലാസ് എടുക്കും. സ്പെഷ്യലി വെച്ച് എടുക്കാറുണ്ട്. പഠിക്കുവോ? കുഴപ്പമില്ല. മോൾക്ക് ഇങ്ങനെ വിഷമമുണ്ട് അമ്മ ഇങ്ങനെ? അതുണ്ട്. എന്നാ പറയുന്നേ? ഭയങ്കര സങ്കടമാണ് ആൾക്ക്. പിന്നെ വേറെ നിവൃത്തി ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ ഇടക്ക് വരും എന്റെ ഒപ്പം. വരും, ചേച്ചിയുടെ തന്നെ വരും. കൊച്ചിനെ അത്ര നേരം എടുത്തോണ്ടിരിക്കാലും അമ്മക്കൊരു സഹായം ആകലെന്ന് പറഞ്ഞാൽ ഇടക്ക് വരാറുണ്ട്. അമ്മമാർക്ക് നിത്യാഭ്യാസി ആന എടുക്കുമെന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു ഭാരമേ അല്ല. ഇപ്പൊ ഏകദേശം 5-6 മണിക്കൂർ ഇവിടെ തന്നെ നിൽക്കും അല്ലേ? ഇരിക്കാൻ പോലും ഒരു കസേര ഇവിടെ ഇല്ലല്ലേ? അപ്പൊ ഇതെന്നെ ചേച്ചിക്ക് റെസ്റ്റ് ചെയ്യണം തോന്നിയ ചേച്ചി എന്ത് ചെയ്യും? അങ്ങനെയല്ല, ഇത് തീരുന്ന സമയത്ത് ഇല്ല കടയിൽ ചെന്നിരിക്കും. കടയിൽ ചെന്നിരുന്ന് വല്ല വെള്ളമൊക്കെ കുടിച്ച് പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ പോകും. കുഞ്ഞങ്ങനെ ഈ സമയത്തൊക്കെ ഉറങ്ങുമോ? ഈ സമയത്ത് കുറച്ചു നേരം ഉറങ്ങും. അപ്പൊ കൈ തന്നെയാണോ ചേച്ചിയുടെ? തോളിൽ തന്നെയാണ് തോളിൽ തന്നെ. 10 മാസമല്ലേ ഉള്ളൂ. ഈ പുകയും വെയിലും എല്ലാം കൊണ്ടാണ് കൊച്ചു നിക്കുന്നത്. പക്ഷെ എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നിക്കണത്. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നിക്കോ? ചേച്ചിക്ക് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് വേറൊരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാങ്ക് ലോൺ ഉള്ളത് കൊണ്ടാണ് കൂടുതലും. പിന്നെ നമുക്ക് ഡെയിലി കഴിയണമെങ്കിൽ എന്തായാലും ഒരു വരുമാനം വേണം. ഇപ്പൊ വേറെ ആരും പോകാനില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എന്തായാലും വന്നേ പറ്റുള്ളൂ. അപ്പം കൊച്ചിനൊന്നും വരരുതെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് വന്ന് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഞായറാഴ്ച ദിവസം വിൽക്കുവോ? ഞായറാഴ്ച ദിവസവും വരും. അപ്പൊ അതായത് എല്ലാ ദിവസവും ചേച്ചി ഈ ഐഡിയ എങ്ങനെയാ ചേച്ചിക്ക് വന്നത് സ്വന്തമായിട്ട് തുടങ്ങി എന്ന് പറയും? സ്വന്തമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഏളംകുളത്തൊരു ചേച്ചിയുണ്ട്, ലതയെന്ന് പറഞ്ഞ ചേച്ചി എന്നോട് പറഞ്ഞത് നിനക്ക് ലോട്ടറി കച്ചവടം ചെയ്യാൻ പാടില്ലേ? അന്നേരവും നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ചെയ്യാൻ പാടില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, ആരോഗ്യമുള്ള ആൾക്കാര് പണിയെടുത്ത് തിന്നേണ്ട സമയത്ത് ലോട്ടറി ചെയ്യണത് ശരിയല്ല, നമുക്ക് ലോട്ടറി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്ന്. പക്ഷെ പിന്നീട് പ്രസവമൊക്കെ കഴിഞ്ഞ് വന്നപ്പം കൊച്ചിനും ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിന് മഞ്ഞ കളറൊക്കെ ഭയങ്കര കൂടുതലായിട്ട് ഞങ്ങള് 18 ദിവസം ICUലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം നമുക്ക് ഒത്തിരി കാശിന്റെ എല്ലായിടത്തുനിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടമൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. അന്നേരം അത് കഴിഞ്ഞപ്പോ പിന്നെ വേറൊരു നിവൃത്തി ഇല്ല. പിന്നീട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു നിവൃത്തി ഇല്ലാത്ത കാരണം കൊണ്ട് ചേച്ചി അന്ന് പറഞ്ഞ കാര്യം ഓർത്ത് അങ്ങനെ ലോട്ടറി ആയിട്ട് വന്നതാ. ചേച്ചി തന്നെയാണ് ആദ്യം എനിക്ക് ലോട്ടറി എടുത്തു തന്ന. ചേച്ചി 2000 രൂപ മുടക്കി എനിക്ക് ലോട്ടറി എടുത്തു തന്ന്. അങ്ങനെ ഇതിലേക്ക് പോകും. ചേച്ചി ഇപ്പൊ എന്നോട് ഇത് പറയുമ്പോ പോലും ചേച്ചി ചിരിച്ചോണ്ടാ പറയുന്നേ. എങ്ങനെയാ ചേച്ചി ഇങ്ങനെ ചിരിച്ചോണ്ട് നേരിടാൻ പറ്റുന്നേ? അതിപ്പോ അങ്ങനെ ഒരു ഇതായി പോയി. നമ്മള് എന്താ പറയാ, എല്ലാ പ്രശ്നങ്ങളും മുമ്പിലും ആൾക്കാർ വരുമ്പോ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ മുമ്പിൽ നമുക്ക് സങ്കടപ്പെട്ടൊന്നും ലോട്ടറി വിൽക്കാൻ പറ്റില്ല. ആരെങ്കിലും വരുമ്പോ നമ്മൾ ചിരിച്ചോണ്ടല്ലേ ഇതാക്കുള്ളൂ. ആൾക്കാരെയുണ്ടോ പുള്ളി? ആൾക്കാരൊക്കെ വരുമ്പോ കുഞ്ഞെങ്ങനെ ചിരിക്കും ആൾക്കാരെയൊക്കെ നോക്കി? കൊറേ പേരേക്ക് ഇപ്പൊ അവൾക്ക് അറിയാം. ഇപ്പൊ 5 മാസത്തോളം ആയില്ലേ നമ്മൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് സ്ഥിരം എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. വരും, ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പോണവരുണ്ട്. നമ്മളുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ അവരും സാധാരണക്കാരാണ്. നമ്മുടെ ഈ ഇതില് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സുസുക്കി അങ്ങനെയുള്ള ആൾക്കാരില്ലേ, സ്വിഗ്ഗിക്കാര്, അതിലൊരു ചേട്ടനാണ് കൊണ്ടുവന്ന് കൊച്ചിന് സെർലാക്ക് കൊണ്ട് കൊടുത്ത. അപ്പൊ എനിക്ക് ശരിക്കും വിഷമമായി, ഒത്തിരി സങ്കടം തോന്നി അന്നേരം. ഞാനത് മേടിക്കണമെന്നും പറഞ്ഞ് ഇരിക്കണായിരുന്നു. തീർന്നിട്ട് മേടിക്കാന്നും പറഞ്ഞ് ഇരിക്കണ സമയത്താണ് ആ ചേട്ടൻ അത് കൊണ്ടുവന്നത്. ആ ഫ്ലാറ്റില് അവര് കൊച്ചിന് മറ്റേ എന്താ ട്രോളി നടക്കുന്നല്ല ഇരിക്കാൻ കിടത്താനൊക്കെ അതുകൊണ്ട് തന്നായിരുന്നു. അപ്പൊ അത് വന്ന് പറഞ്ഞു എത്ര നേരം ഒന്നും പറഞ്ഞ ചേച്ചി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത്, ഞങ്ങൾക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് വന്നു. പക്ഷെ ഇവളതിനകത്ത് ഇരിക്കല. കൊച്ചിന് നമ്മുടെ കയ്യിൽ ഇരുന്നിരുന്ന് പിന്നെ ഉറങ്ങ വേണമെന്നുണ്ടെങ്കിൽ ആ ഉറക്കത്തിൽ കൊണ്ടുവന്ന് നമ്മൾ അതിൽ കൊണ്ടിരുത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇച്ചിരി നേരം ഇരിക്കും. പിന്നെ തിരിച്ചു പോകുമ്പോ അത് കൊണ്ടുപോകാനും കൊണ്ടുവെക്കാനുള്ള പാടുകൊണ്ടാണ് ഇപ്പൊ എടുക്കാറ്. ഈ കുഞ്ഞിപ്പം നീന്തി എഴഞ്ഞ് നടക്കേണ്ട സമയമാണ്. ഇപ്പൊ പിടിച്ചു നിൽക്കുന്നുണ്ട്. പിടിച്ചു നടക്കാനുള്ള ഒരു ശ്രമമാണ് പുള്ളിക്ക്. എന്താ
ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഉറക്കം കഴിഞ്ഞ്. ഉറക്കം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി ഇച്ചിരി നേരം ഇങ്ങനെ ചിണുങ്ങിയും പിണിഞ്ഞൊക്കെ ഇരിക്കും. ആണല്ലേ? ഇനി ഞങ്ങൾ ഇവിടെ പോണ കുട്ടൂനെയും, ആ പമ്പിലൊരു പട്ടിയുണ്ട്, കുട്ടൂന്ന് അതിന്റെ പേര്. അതിന് ഭയങ്കര ഇഷ്ടാ. അപ്പം കരച്ചിൽ തുടങ്ങുമ്പോ ഞാൻ കുട്ടു പോണെന്ന് പറഞ്ഞ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോളൂ. കണ്ടില്ലെങ്കിൽ ആളിങ്ങനെ പരിധിയൊക്കെ അങ്ങനെ നിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരാളൊരു ഹെൽപ്പ് ചെയ്യണം എന്ന് ചേച്ചി ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു? എനിക്ക് ആ ബാങ്കിന്റെ ലോണൊന്ന് തീരാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാങ്കിന്റെ ലോണ് തീർന്ന് നമ്മളെ കയ്യിൽ നമുക്ക് സ്വന്തമായി കഴിഞ്ഞാൽ എനിക്ക് ഈ 2 മക്കളെയും കൊണ്ട് ചേട്ടനെയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ സ്വസ്ഥമായിട്ട് കിടക്കാം. എത്ര ലക്ഷത്തോളം ഉണ്ടാ ലോണ്? അത് ഇപ്പൊ ഒരു 8-8.5 ലക്ഷം ആയിട്ടുണ്ടാവും ഇപ്പൊ. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്ന ഒറ്റ കാര്യത്തിന്, കുഞ്ഞ് ഒരു 5 മാസമായിട്ട് ഈ എറണാകുളം നഗരത്തിലെ സർവ്വ പൊടിയും വാഹനങ്ങളുടെ പുകയും എല്ലാം അടിച്ചിവിടെ നിൽക്കുന്നുണ്ട്. സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ സഹായിക്കണം.